ശ്യാമയ്ക്ക് വേറെ വീട് കിട്ടിയ വീടുണ്ട്. പക്ഷെ അവിടെ അവർ താമസിക്കാൻ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് അവർക്കൊരു റൂം കൂടെ അവർ ഫാമിലിക്ക് കൊടുത്തിട്ട് ഇവർ ഒന്നിച്ച് താമസമായിരുന്നു. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. അതൊരു ചോദ്യചിഹ്നമാണ്. അവരുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് ഇപ്പം ഈ പിന്നെ അപകടം പറ്റിയ അവരുടെ അപ്പച്ചി രാധാമണി എന്ന് പറയുന്ന ആൾക്കാണ്. പുള്ളിക്കാരിയുടെ അടുത്തായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ അപകടം പറ്റിയതുകൊണ്ട് അതുങ്ങളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് വരിക. അത് നമ്മുടെ സാമൂഹിക ഒരു ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു പിന്നെന്താ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ അതിൽ കൂടുതലും ഈ സോഷ്യൽ മീഡിയ ഒരു രീതിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ എന്തിനും പരിഹാരം സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിലേക്ക് പോയി വളരെ വികലമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും നല്ല അഭിപ്രായങ്ങൾ കൈക്കൊള്ളേണ്ട ഇപ്പോൾ സൈക്യാട്രി മേഖലയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് മേഖലയോ ആ മേഖലകളിലൊന്നും ആളുകൾ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ വിലയിരുത്താനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കണം ഇങ്ങനെ. വയറിനാണ് കുത്തിയേറ്റത്. അപ്പോൾ ആ സമയത്ത് ബ്ലീഡിങ് പുറത്തേക്ക് നല്ല ബ്ലീഡിങ് മറ്റു കാര്യങ്ങളും. ആ കുട്ടിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഞാൻ സംസാരിച്ച് വിളിച്ചു. അപ്പം ഒന്ന് ചെറുതായിട്ട് അനങ്ങി റിയാക്ട് ചെയ്തിരുന്നു. ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതായിട്ട് ബൈസ്റ്റാൻഡറിനോട് മെഡിക്കൽ കോളേജ് വെച്ചും അത് സംസാരിച്ചായിരുന്നു.